ഹായ്, നമസ്കാരം. നമ്മൾ പല നേതൃത്വ സ്ഥാനങ്ങൾ വഹിക്കുന്നവരെ കണ്ടിട്ടുണ്ടാവും. അത് കുടുംബങ്ങളിലാവാം, സമൂഹങ്ങളിലാവാം, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ ആവാം. അതായത് എന്തിനേറെ പറയുന്നു, നമ്മളിൽ തന്നെയുണ്ട് ഒരു ലീഡർ. പലരും അതറിയാതെ പോകുന്നു എന്നേ ഉള്ളൂ. മാനേജ്മെന്റ് പഠിക്കുമ്പോൾ ലീഡർഷിപ്പ് ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇതൊരു വാസ്റ്റ് ഏരിയ ആണ്. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലീഡറിന് വേണ്ട മിനിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. ഫസ്റ്റ് തിങ്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രൂപ്പിലുള്ള എല്ലാ വ്യക്തികളെയും സമത്വത്തോടെ കാണാനുള്ള ഒരു കഴിവ്. നോ പാർഷ്യാലിറ്റി ആൻഡ് നോ ഗ്രൂപ്പിസം. രണ്ടാമത്തെ കാര്യം, നിസ്വാർത്ഥത. തൻ്റെ വ്യക്തി താല്പര്യങ്ങൾ ആ ഗ്രൂപ്പിൽ അടിച്ചേൽപ്പിക്കാതെ ഗ്രൂപ്പിൻ്റെ സന്തോഷം മുൻനിർത്തി അവരുടെ സന്തോഷത്തെ ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. മൂന്നാമത്തെ കാര്യം, പ്രശ്നങ്ങളെ വേണ്ട വിധം സോൾവ് ചെയ്യാനുള്ള കഴിവ്. അതായത് ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ വരാം. വലുതും ചെറുതുമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അവസരത്തിൽ ഇമോഷണലി അപ്രോച്ച് ചെയ്യാതെ അതിൻ്റെ കാര്യകാരണ സഹിതം അത് കണക്കിലെടുത്ത് നമ്മൾ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നോട്ട് ഓൺലി ദ ഒബ്സർവേഷൻ ആൻഡ് ലിസണിങ് ബട്ട് ഓൾസോ ലിറ്റിൽ ബിറ്റ് ഓഫ് റിസർച്ച് ഓൺ ദാറ്റ് മാറ്റർ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. അടുത്തത്, നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് വേണം. തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആ ഗ്രൂപ്പിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതും അവരുടെ ഹാപ്പിനെസ് നിലനിർത്തേണ്ടതുമായ തീരുമാനങ്ങളായിരിക്കണം ആ ഒരു ലീഡർ എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഗ്രൂപ്പുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. പല അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നെന്നിരിക്കാം. പക്ഷേ ഭൂരിപക്ഷം എന്താണോ അത് കണക്കിലെടുത്ത് അങ്ങനെയാണ് ഒരു ലീഡർ ഒരു തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലീഡേഴ്സിൽ ആരൊക്കെ ഇങ്ങനെയുള്ള ക്വാളിറ്റീസ്, ഈ മിനിമം ക്വാളിറ്റീസ് ഉള്ളവരാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. താങ്ക് യു.